ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ചേച്ചി അനിയത്തിയും കൂടി സുന്ദരി കുട്ടികളായിട്ട് ഒരുങ്ങിയിരുന്ന് ഭയങ്കര കഥ പറച്ചിലാണ്. അപ്പോൾ ചേച്ചി അനിയത്തിയുടെ ക്ലിപ്പ് നേരെയല്ല വെച്ചേക്കുന്നതെന്ന് പറഞ്ഞ് ക്ലിപ്പൊക്കെ നേരെ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. സെറ്റ് ചെയ്ത് കൊടുത്ത് മുടിയൊക്കെ ഒന്ന് ഫ്രണ്ടിലോട്ടൊക്കെ പിടിച്ചിട്ട് കൊടുത്ത് രണ്ടുപേരും വെളിയിലേക്ക് ചാടി ഇറങ്ങി. അപ്പോഴത്തേക്കും ഓട്ടോ വരുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും എന്താ നമ്മുടെ ഓട്ടോ എത്തിക്കഴിഞ്ഞു. ഓട്ടോ വന്നു. അപ്പോൾ രണ്ടുപേരും ഓടുവാണ്. ഫസ്റ്റ് ആമിയാണ് അങ്ങ് ആദ്യം ഗേറ്റിൻ്റെ അടുത്ത് അങ്ങ് എത്തി. പക്ഷേ അവൾ വെളിയിലോട്ട് ഇറങ്ങിപ്പോയില്ല, ഗേറ്റിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുമായിരുന്നു. റോഡായതുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങിപ്പോയില്ല. അങ്ങനെ ആയിരുന്നു. അപ്പോഴത്തേക്ക് ഓട്ടോ വന്നു. അങ്ങനെ രണ്ടുപേരും കയറാനായിട്ട് ധൃതി പിടിച്ചിരിക്കുക. വേറൊന്നും കൊണ്ടല്ല, ഫസ്റ്റ് കയറി എന്നാലല്ലോ അറ്റ സീറ്റ് പിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. അത് നമ്മളും ഇപ്പോൾ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ, നമ്മളും ഇതുപോലെ അറ്റത്തിരിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ. അങ്ങനെ രണ്ടുപേരും കയറി അനിയത്തിയും ചേട്ടത്തിയും കയറി, ഓട്ടോയിൽ കയറി. അതിനുശേഷം ഞങ്ങളും കയറി. ഞങ്ങൾ എന്നിട്ട് നേരെ പോവുകയാണ്. ഞങ്ങൾ കല്യാണത്തിൻ്റെ റിസപ്ഷന് പോവുകയാണ്. ഇളമ്പള്ളൂരാണ് പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് കടവൂർ പാലം. അപ്പോൾ നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. ഇവിടെ നല്ല പ്രശസ്തമായിട്ടുള്ളൊരു പള്ളിയുണ്ട്, കടവൂർ പള്ളി. ഇവിടുത്തെ പെരുന്നാൾ ഭയങ്കര പേര് കേട്ടൊരു പെരുന്നാളാണ്. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞു എങ്കിൽ കൂടിയും കണ്ടോ അവിടുത്തെ തിരക്കുണ്ടോ. പെരുന്നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും ഭയങ്കര തിരക്കാണ്. അതായത് നിറയെ കടകളും അവിടെ കിട്ടാത്ത സാധനങ്ങളായിട്ട് ഒന്നും തന്നെ ഇല്ല. റോഡിൻ്റെ രണ്ട് സൈഡും ഭയങ്കര തിരക്കും നിറയെ കടകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. പെരുന്നാൾ കഴിഞ്ഞു, പക്ഷേ എന്നാലും കുറച്ച് ദിവസവും കൂടി ഇവിടെ ഇങ്ങനെ ഇത് കാണുമെന്നാണ് പറയുന്നത്. പിന്നെ അങ്ങനെ പോയി. ഇത് കൊല്ലം ബൈപ്പാസ് റോഡ്. ഇത് നല്ല നല്ല രസമായി നമുക്ക് ഇതിലേക്കൂടി യാത്ര ചെയ്യാൻ. അതായത് റോഡിൻ്റെ രണ്ട് സൈഡിലും കായലിൻ്റെ നടുക്കൂടിയുള്ള റോഡ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇളമ്പുള്ള ഒരു ഓഡിറ്റോറിയത്തിലെത്തി. അവിടെ ചെന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് നേരം അവിടെ ഇരുന്നു. അതിന് ശേഷം പോയി ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഫുഡ് കണ്ടപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി 2-3 പേരൂടെ വരാനുണ്ട്, റിലേറ്റീവ്സ്. അപ്പോൾ അവരെ കണ്ടിട്ട് പോകാമെന്ന് കരുതി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. പിന്നെ അതിന് ശേഷം അമ്മ സംഭാവന കൊടുക്കാനായിട്ട് പോയി. അപ്പോഴത്തേക്കും നാരങ്ങയൊക്കെ അവർ തന്നു. അപ്പോൾ ചേച്ചിക്ക് നാരങ്ങ കിട്ടാത്തതുകൊണ്ട് ആമി ഓടിപ്പോയി നാരങ്ങ എടുത്തുകൊണ്ട് വന്ന് ചേച്ചിയുടെ കയ്യിൽ കൊടുക്കുക കേട്ടോ. ചേച്ചിക്ക് കിട്ടിയില്ലല്ലോ എന്നും പറഞ്ഞ്. പിന്നീട് അച്ചാമ്മ അവിടെ ചെറുക്കൻ്റെ അടുത്ത് പോയി നിന്ന് സംസാരിക്കുക. ചെറുക്കൻ്റെ അടുത്തും പെണ്ണിൻ്റെ അടുത്തും പോയി നിന്ന് സംസാരിക്കുവാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങളിതാ ഫുഡെല്ലാം കഴിച്ചു. എല്ലാം കഴിഞ്ഞു. അവരെയൊക്കെ കണ്ട് ബായ് പറഞ്ഞു. ഞങ്ങൾ നേരെ ഇറങ്ങി. അവിടുന്ന് നേരെ ഇറങ്ങി ഞങ്ങൾ ഓട്ടോയിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.